ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ മൂന്നാറിലാണ്. ഇന്നലെ എല്ലാം പെട്ടെന്നായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു, എല്ലാം പെട്ടെന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയാണ് ഞങ്ങൾ എവിടെയൊക്കെ പോകണം എന്നുള്ളത്. ഇന്നലെ റൂമൊക്കെ ഇട്ട് ലേറ്റായി, അപ്പോൾ ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും വാങ്ങിച്ചില്ല ഇടാനുള്ളേ. പോകേണ്ട ലൊക്കേഷനൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അപ്പോൾ വരാം ഗായ്സ്. ഒരു പണി കിട്ടി. മൈക്കിൻ്റെ ചാർജ് ഇരുന്നുകൊണ്ട് വോയിസ് ഒന്നും അത് റെക്കോർഡായില്ല. ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുക ഇഡലി, ചമ്മന്തിയും സാമ്പാറും പിന്നെ തക്കാളി ചട്നി. നമ്മളിപ്പോൾ ബസ്സിലോട്ട് കയറുവാണ്. അപ്പം ഇവിടുന്ന് ഇനി നേരെ മേലോട്ട് മേലോട്ട് പോകും. ആവശ്യം കാണിക്കാം. ഇവിടെ നല്ല കിടിലം വ്യൂ ആണ്. ഇവിടെ എത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് നടക്കാറുണ്ട്. വണ്ടി പോകത്തില്ല. ഇവിടുന്ന് ഫുള്ള് വാക്കിംഗ് ആണ്. ഫോട്ടോ എടുത്ത് നടക്കാം മേലോട്ട്. ഇവിടെ രണ്ട് പേരുണ്ട്. ഒന്ന് ഞാൻ ഒന്നു. രണ്ട് മോഡൽസ് സുബിൻ സൂരജ് നടന്ന് മേലോട്ട് പോവുകയാണ്. നമ്മളിങ്ങനെ നടന്ന് മേലെത്തി ഗൈസ്. മേലെത്തി. ഇനി റെയിൻബോ വ്യൂ പോയിന്റ് ഉണ്ട് ഗൈസ്. അവിടെ ഫോട്ടോ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. പൊന്മുടി ഞാൻ പോയിട്ടില്ല. കാരണം മേഘത്തിന് മേളിൽ ഏകദേശം മേഘത്തിന്റെ മേളിലോട്ട് പോകണം നമ്മൾ. ഇപ്പോൾ ഏകദേശം ലെവലായിരുന്നു നേരത്തെ. മേളിലോട്ട് മുന്നോട്ട് പോകും. അങ്ങനെ നമ്മൾ വരയാടിനെ കണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളെ വരയാട്. വരയാടിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നേ? നീലഗിരി താറോ? ഓഹോ, ആ മുന്നിൽ ഇതാണ്ട വരയാട് വന്നു. എന്ത് സംഭവിക്കാം? അയ്യോ അതോ കാണിക്കട്ടെ. ആണ്ട ഗായ്സ്, വരയാട് കണ്ട ഞങ്ങളുടെ മുന്നിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ മോനെ കിളി പറക്കും. കണ്ടോ, പേടിയത് കുട്ടിയാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കുറേ ഉണ്ട്, ഒന്നല്ല കുറേ ഉണ്ട്. കണ്ടോ, വരയുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഹരിയണ്ണൻ. ബാക്കിൽ വരയാടിന്റെ ഫ്രണ്ടിൽ ഹരിയണ്ണൻ. അവിടെ സാടി വന്ന് പോസ് ചെയ്തിരിക്കുന്നു. മോനെ ഏറ്റവും ടോപ്പിലെത്തി ഗായ്സ്. നമ്മളിപ്പം ജൈവകുളം നാഷണൽ പാർക്ക് എത്തി. ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുന്നു. നൈസാണ്. നമ്മൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി. വെയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ 10:30 ഗായ്സ്. അപ്പം നമ്മളവിടെ പോയി ഫോട്ടോ എടുക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. പക്ഷെ അവിടെ നല്ല തിരക്കുണ്ട്. അപ്പം അവർ 3 പേരും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതാണ് മറ്റേ ലൊക്കേഷൻ. ഫോട്ടോ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവാം. അത് കറക്റ്റായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വിസിറ്റ് കഴിഞ്ഞ് ഇനി നേരെ താഴെ പോവാ. ഗായ്സ്, ഈ സാധനം എന്തുവാണെന്നുള്ള നിങ്ങൾ എന്തുവാന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ആടിൻ്റെ സൗണ്ട് കേൾക്കണം. ആടിൻ്റെ സൗണ്ടാണ് ഇവിടെ. ഉണ്ടോ? കൊള്ളാം. ഇതാണ് വരയാടിൻ്റെ തലയോട്ടി. കിടിലൻ ചായയും നല്ല കിടിലൻ കേക്കും. പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി നല്ല തണുപ്പുണ്ട്. കൊള്ളാം. തിരിച്ച് ബസ്സിൽ കയറാൻ പോവാണ്. എവിടെയെങ്കിലും ഇരിക്കും. ആ സൈഡ് സെറ്റ് എനിക്ക് അത്രയ്ക്ക്. ഇത് കണ്ടോ, നല്ല തിരക്കായി. ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു. ഇപ്പോൾ മുഴുവൻ തിരക്കാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ നല്ല തിരക്കാണ്. ആണല്ലേ, നല്ല തിരക്കാണ്. നല്ല തിരക്കായി കേട്ടോ. നല്ല തിരക്ക്, അമ്മാതിരി നല്ല തിരക്ക്. ഞങ്ങളിവിടെ വന്നതൊരു 8:30 ആ ഒരു ടൈമിലാണ്. പക്ഷെ അവിടെ ആ സമയത്ത് ഇവിടെ വലിയ തിരക്കില്ലായിരുന്നു. ഇപ്പോൾ ടൈം എത്രയാണോ? ഇപ്പോൾ സമയം 11 മണിയാവുന്നു. 11 ആ ഒരു ടൈമായി.
അതുകൊണ്ട് ഇപ്പോൾ അവിടെ അവിടെ കണ്ടില്ലയോ, വണ്ടികൾ ഫുള്ള് ഫില്ലായി. അപ്പോൾ മൂന്നാറിൽ വരുന്നവർ ശ്രദ്ധിക്കുക, പാർക്കിൽ കയറാൻ ഉദ്ദേശിക്കുന്നവർ രാവിലെ എത്തുക. ഇവിടെ വന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മുകളിലേക്ക് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഞങ്ങളിവിടുത്തെ വിസിറ്റ് എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത ലൊക്കേഷനിൽ പോവാം. ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ തേയിലത്തോട്ടത്തിലോട്ട് കയറുവാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വ്യൂ ഒക്കെയാണ്. കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം. തേയിലത്തോട്ടത്തിൽ കയറി തേയിലുണ്ടായ പൂവ് അത്യാവശ്യം ഇവിടെ നല്ല വ്യൂ ആണ് ഗായ്സ്. കിടിലോ, പുളിയാണ് കണ്ടോ തേയില, നല്ല തേയില കണ്ടോ ഗായ്സ്. ഇതാണ് തേയിലത്തോട്ടം. അത്യാവശ്യം നല്ല വ്യൂ ആണ് കണ്ടോ. അങ്ങോട്ടൊക്കെ കാണിച്ചേ, അവിടെ കിടിലോ ആണ്. അവരാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വ്യൂ ആണ്, കണ്ടില്ലേ, പൊളിയാണ് ഗായ്സ്. അപ്പം നല്ല വ്യൂ ആണ്. അപ്പോൾ ഇതിലെ കൂടി ഇനി എങ്ങനെ ഇറങ്ങുമെന്ന് അറിയത്തില്ല. അയ്യോ, നല്ല ഈ വ്യൂ കണ്ടോ, നൈസ് കണ്ടോ. മല, ബിൽഡിങ് കാര്യങ്ങളെല്ലാം കൂടെ അത്യാവശ്യം നല്ല വ്യൂ ആണ്, സെറ്റാണ്, പൊളിയല്ലേ ഗായ്സ്. സെംകുളം ഡാമാണ് ഗായ്സ് ഇത്. തേയിലത്തോട്ടത്തിൽ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് രാമക്കൽമേട് എന്ന ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുന്നു. പക്ഷേ കുറേ നടക്കാറുണ്ട് കേട്ടോ. രാമക്കൽമേട് ഇതാണ് എൻട്രൻസ്. എൻ്റെ കൂടെയുള്ളവർ എന്നെ ഇട്ടിട്ട് പോയി. അണ്ണാ നിൽക്കണ്ണ, ഞാനും കൂടെ വരട്ടെ. അയ്യോ, അവർ പോയി. അയ്യോ, ഇത് 150 രൂപയ്ക്കാണ് മൂന്നാറിൽ നിന്ന് ഈ ചോക്ലേറ്റിൻ്റെ വില. നമ്മൾ 150 രൂപയാണ് അന്ന് ചോദിച്ചപ്പോൾ അവിടെ രാവിലെ ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞത്. പക്ഷെ ഇത് 80 രൂപയ്ക്ക് രാമക്കൽമേട് കിട്ടി. കൊള്ളാമോ? കൊള്ളാം ഗൈസ്. കാറ്റാടിപ്പാടത്തിന് പേര് കേട്ട രാമചന്ദ്രൻ ആണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കാറ്റാടിപ്പാടം അതാണ്. ഇവിടെ നോക്കിയാൽ വ്യൂ കിട്ടും. ഈ കാറ്റാടിപ്പാടമാണ് രാമക്കൽമേടിന് ഫേമസ്. ഇത് പ്രതീക്ഷയാണ് ഞാൻ വന്നത്. വെള്ളച്ചാട്ടം, വെള്ളം, കാറ്റാടിപ്പാടം. അതിനിഗൂഢമായ വഴിയിലൂടെ ഞങ്ങളൊരു ചോക്ലേറ്റ് എന്നോട് സംസാരിക്കും. ചോക്ലേറ്റ് ഇത് ഓക്കെ, നല്ല ചോക്ലേറ്റ് ആണ് ഗൈസ്. കഴിച്ചു നോക്കിയില്ല, കഴിച്ചിട്ട് പറയാം. അപ്പം നല്ല ചോക്ലേറ്റ് അപ്പം വായിരിക്കുന്ന ബൂമർ തുപ്പി കളഞ്ഞു. ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ വലിയ ഗുണമില്ല അണ്ണാ. അണ്ണാ എനിക്ക് വന്നാണോ അവിടെ നിന്ന് ഡാമേജ് ആയ സാധനം എടുത്ത് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. പുലിയോ? നമ്മൾ കൊടും ഈ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലുള്ള മേലത്തെ കാട്ടിലൂടെ നടന്നു പോകുന്നതാണ്. പണ്ട് തോട്ടം പോകുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതേ ഇവിടെ വന്ന് എഴുതി ഇങ്ങനെ എഴുതുന്നത്. ഈ വഴി ഏത് വഴിയാണെന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് അറിയത്തില്ല ഈ വഴിയെ കുറിച്ച്. നീ എന്തിനാ വ്ളോഗ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ വന്നിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലയോ. പരിപാടികൾ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, വെള്ളവടിയും കഞ്ചാവടിയാണ്. അതാ ഞങ്ങൾ ഉദ്ദേശിച്ച. എന്തിനാ താഴോട്ട് പോകുന്നത്? ഇത് പറ, ഇങ്ങനെ പറ, ഞാൻ പറയാം. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന ഓഫ് റോഡാണ്, കാട്ടിനുള്ളിലൂടെ. ഇതാണ് ഓഫ് റോഡ്, അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് ഗായ്സ്. കണ്ടോ, നമ്മള് രാജുവിലും ആമപ്പാറയിലും അല്ല പോകുന്നത്. നമ്മുടെ രാമക്കൽമേടിലേക്കുള്ള വഴിയാണ്, എളുപ്പ വഴിയാണ്. ഓഫ് റോഡിനുള്ള ജീപ്പ് എടുക്കാതെ നടന്നു കയറാൻ തീരുമാനിച്ചു. അയ്യോ ഗായ്സ്, ഇവിടെ ഭയങ്കര ടാസ്ക് ആണ്. അയ്യോ, കയറാനൊക്കെ പിടിച്ച് സ്പൈഡർമാൻ ഇട്ടൊക്കെ കയറേണ്ടി വരും. ഓക്കെ, ഒരു സ്റ്റാച്ചു ഉണ്ടോ, അതാണ് കുറത്തിയും കുറവനും. ആ ഒരു സ്റ്റാച്ചു ആണത്. ഓക്കെ, നമ്മളിപ്പം നമ്മളുള്ള ഡെസ്റ്റിനേഷൻ നടക്കാം. അവിടെ വീണ്ടും കയറി പോയി. എടാ എന്നെ കൂടെ കൊണ്ടുപോ. അയ്യോ അയ്യോ അയ്യോ, ഇപ്പം മൂക്കും കുത്തി കഴിഞ്ഞ. ഇതെന്നാണ് വഴി? ഓക്കെ, വാ നടക്കാം. നിങ്ങളെല്ലാം ഈ വീഡിയോ കാണണം ഗൈസ്. ഞങ്ങൾക്ക് പൈസക്ക് അപ്പൊ പോവാ. അയ്യോ, അത്യാവശ്യം അഡ്വഞ്ചറായിട്ടുള്ള വഴികളാണ്. അല്ല എന്നാലും
അയ്യോ ചാല് അയ്യോ നമ്മളെ മാത്രമേ ഉള്ളൂ, നമ്മൾ 4 പേരേ ഉള്ളൂ, വേറെ ആരും. പോകുമ്പോൾ കൂടുതൽ തെളിഞ്ഞടക്കുന്ന വഴിയിൽ നമ്മൾ പോകും. കൃത്യമായി നമുക്കറിയില്ല ഏതാണ് വഴി. അവിടെ പോയിട്ട് വരാം. അത് വേറെ മലയാ, നമ്മൾ പോകുന്ന മലയും അത് രണ്ടാ. അത് ആമമലയോ? ഗായ്സ് അങ്ങനെ ഇവിടുന്ന് കുറെ നടക്കാനുണ്ട്. 3 പോയിന്റ് ഉണ്ടോ? 1, 2, 3 അതാ. അതാണ് ഗായ്സ്. നമുക്ക് പോകാൻ പറ്റണ്ടേ? ആൾക്കാരെ കഴിക്കുന്നുണ്ടോ? മേഘങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നിട്ടില്ല. ഹായ്. ആ അണ്ണന് മേഘത്തിനെ താഴെ എടുത്തിട്ടേ ഉള്ളൂ. കണ്ടോ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്ന അവിടെ നിന്ന്. അത്യാവശ്യം കിടിലൻ വ്യൂ ആണ്, നല്ല കാറ്റും ഉണ്ട്. ഇവിടെ നല്ല കിടിലൻ വ്യൂ ആണ്, നിങ്ങളെ കാണിച്ചു തരാം. പക്ഷെ ഇവിടെ നിന്ന് കയറി വരുന്ന ഇച്ചിരി ഇതാണ്, പക്ഷേ വന്നാൽ നല്ല വ്യൂ ആസ്വദിക്കാം. ഞാൻ കാണിച്ചു തരാം വിഷയിൽ. ഗായ്സ് അങ്ങനെ ഫൈനലി രാമക്കൽ മേടിലെത്തി. നല്ല കുത്തനെ കിടക്കുക, കയറി വന്ന് കണ്ട് ഇതാണ് വ്യൂ. കണ്ണുനീര് തുടച്ചിട്ട് പറയാം. അതെ തമിഴ്നാട്. എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നേ? ഇതെല്ലാം ഗായ്സ് ഇപ്പം മേഘമല പോയിട്ടുണ്ടോ? ഇല്ല. അവിടെ ഗായ്സ് നമ്മളിപ്പോ മലയിലോട്ട് പോവാണ്. യാ അയ്യോ നമ്മളവിടെ വണ്ടി അവിടെ ഉണ്ട് ഗായ്സ്. അത്യാവശ്യം പിള്ളേർ സെറ്റാണ്. ഇവിടെ കുറച്ച് പിള്ളേർ ഇവിടെ ഉണ്ട്, ഉണ്ടോ? ഗ്യാങ്ങുമായിട്ട് വന്നായിരിക്കും. ഓക്കെ, കുത്തനെ കിടക്കുവാണ്, കുത്തനെ ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ. നല്ല ടാസ്കാ. എന്താണ്, എങ്ങനെയുണ്ട് വ്യൂ കണ്ടിട്ട്? പൊളിയാണോ? ഓക്കെ, അപ്പോൾ കുറെ കയറാനുണ്ട്, നോക്കാം. ഇവിടെ നിന്നുണ്ട് ഇത്രയും കയറണം. അവരടുത്ത് അവിടെ എത്തി. അതിപ്പോ ഞാൻ വ്ളോഗ് ചെയ്യുന്നേ, കഷ്ടപ്പാടാ ഗൈസ്. അവരവിടെ കിടന്ന് മല്ലിടുവാണ്. ആണാണ് ഗൈസ്. അപ്പോൾ നല്ല ടാസ്ക്കാണ്, കയറാനൊക്കെ നല്ല പണിയാണ്. പിടിച്ചൊക്കെ കയറണം, ഇല്ലെങ്കിൽ താഴെ പോവും. കണ്ടോ? അയ്യോ അയ്യോ അണ്ണാ, ഇതിലെ കൂടെ ആണോ? ഇതിലെ കൂടെ ആണോ? ആരും എടുത്ത് ചാടിയൊന്നും ചെയ്യല്ലേ, കണ്ടോ? ഡേഞ്ചറാണ്. ഇപ്പൊ ചാടാൻ തുടങ്ങി, അണ്ണപ്പോ ചാടിയനെ. ചാടിയെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. അപ്പൊ ശ്രദ്ധിച്ചൊക്കെ പോണം. അത്യാവശ്യം റിസ്ക് പിടിച്ച സ്ഥലമാണ്, സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും. വളരെ സൂക്ഷിച്ചേ പോവാം. ആ, ഹരി എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനെ കാണാനില്ല. ഞാനെടുത്ത് ചാടിയതിൽ ചെയ്തോ? ഹരിയാണ എന്തിയേ? നല്ല വ്യൂ ആണ് ഗൈസ്. ആണ് ധൈര്യം ഉണ്ടോ ഗൈസ്? ഇവിടെ നല്ല വ്യൂ ആണ്, അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്, കണ്ടില്ലേ? ഇതുപോലെ എക്സ്പീരിയൻസ് നല്ല ഹൈറ്റ് ആണ്, കണ്ടോ?
അയ്യോ വേണ്ട, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണിയാ. അവിടെ അഡ്വഞ്ചർ കാണിക്കുവാണ്. നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ വേറെ ഐഡിയ ഉണ്ട്. കൂടുതൽ അഡ്വഞ്ചർ കാണിച്ചു കഴിഞ്ഞാൽ വായിൽ മണ്ണിടുമെന്ന് ഞാൻ ഗൈസ് ഇതെന്റെ അവസാന വീഡിയോ ആണ് ഗൈസ്. ഇതിന് ശേഷം നിങ്ങൾ ഇനി കാണത്തില്ല ഗൈസ്. എന്നിട്ട് ഇങ്ങനെ നീ തെന്നുന്നയാട്ടോ തെന്നി തന്നെ വേണ്ട, തെന്നു മതി. വോയിസ് ഓറും കൊടുത്തിട്ട് പരിപാടി മ്യൂസിക് വിടും. ബൈ ഗൈസ്. ഞാൻ എനിക്ക് ജീവനോടെ ഇരുന്നപ്പോ എന്ന് പറഞ്ഞ അമ്മാതിരി ഇതാണ്. അയ്യോ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് നീ അത് കാണിച്ചാൽ 1 മില്യൺ കണക്കിന് വ്യൂ ആയിരിക്കും നിന്റെ വീഡിയോ. ഒരു ഫോട്ടോ വേണം കഴിച്ചു കഴിഞ്ഞാൽ നീ പൊങ്ങണം. വരുന്നുണ്ടോ വീഴുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഇരിക്കണത്. ഞാനൊന്നും കാണുന്നില്ല. ആണാണാണാ ഒരു പൊടി പോലെ കാണുന്നില്ലേ? പരുന്ത് ഞാൻ അത്ര പറക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു അതിനേക്കാൾ ഹൈറ്റിലാണ് നമ്മൾ. കുത്തനെ ഇങ്ങനെ കയറുമല്ലോ, അതിങ്ങനെ കറങ്ങിയാ കയറുന്നത്. ഇങ്ങനെ കറങ്ങിയാണ് മേലോട്ട് കയറുന്നത്. ഈ പരുന്തിന്റെ ഒക്കെ ആ പറക്കലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ പ്ലെയിൻ ഒക്കെ ഡിസൈൻ ചെയ്തത്. ആർക്കും അറിയില്ലായിരുന്നു guys. ഈ പുതിയ അറിവാണത്, വളരെ പുതിയ അറിവാണ്. രാമക്കൽമേട് വന്നിട്ട് അണന്റെ ടീഷർട്ട് കീറിയിരിക്കുന്നു ഗായ്സ്. അതെടുത്ത് കളയുകയാണ്. എനിക്കിത് വേണ്ട, അത് പോയി ഗായ്സ്, താഴെ പോയി, അങ്ങനെ പോയില്ല ഗായ്സ്. ഞങ്ങൾ തിരിച്ചു പോവാണ്. അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ സെറ്റാണ്. ഇനി ഞങ്ങൾ തിരിച്ചു പോവാം. ഓക്കെ ഗായ്സ്, നല്ല വ്യൂ കേട്ടോ. ഇവിടെ നിന്നൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ താഴെ വീണ് കഴിഞ്ഞാൽ പണിയാ. ഓക്കെ ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ കേട്ടോ, എല്ലാം നൈസാ. ഇത് റെയിൻകോട്ടാ കേട്ടോ. എവിടാ? ശരിയാ, നമ്മൾ ഒരു രൂപ പോലും കൊടുക്കാതെ നമ്മളിവിടെ. ആ മലയെ കുറിച്ച് എന്തെങ്കിലും പറയൂ. ഒന്നും പറയില്ല, ആ കൊറേ അപ്പൊ വരാൻ ഗൈസ്. ഒരു കുരങ്ങനെ കണ്ടിരിക്കുന്നു. ഇവിടെ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നു കുരങ്ങനെ. ഫോണൊക്കെ എടുത്തോണ്ട് പോവെണ്ണ. അവിടെ കുറെ ഉണ്ട്. പുല്ലെല്ലാം കൂടെ അണ്ണനെ ഫോളോ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, വല്ല കാര്യമുണ്ടോ അണ്ണാ? അയ്യോ അണ്ണാ, ചോക്ലേറ്റ് കളഞ്ഞോണ്ണ. പുല്ല് എന്താ ചെയ്യുന്ന, വല്ല കാര്യം ഉണ്ടായിരുന്നു. കൊരങ്ങനെ ഉള്ള ചോക്ലേറ്റും കൊണ്ട് കൊടുത്ത് എന്തായാലും കൊള്ളാം. നാരങ്ങവെള്ളമാണ് ഗൈസ്. നാരങ്ങവെള്ളം കുടിച്ച് വണ്ടിയിൽ കയറി ഇനി നേരെ വീട്ടിലോട്ട്. കൂടുതലൊന്നും പറയുന്നില്ല. ഇതുപോലെ കിടിലൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്.